ഹായ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്ന് നമ്മൾ പോകുന്നത് വല്ലാർപാടം പള്ളിക്കാണ്. 1524 പോർച്ചുഗീസുകാർ വല്ലാർപാടത്ത് ഈ ദേവാലയം സ്ഥാപിച്ചത്. ഈ ദേവാലയത്തിന് കേരളത്തിൻ്റെ ലൂർദ് എന്നും അറിയപ്പെടുന്നുണ്ട്. ആദ്യത്തെ പരിശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിച്ച ആദ്യത്തെ ഏഷ്യയിലെ ദേവാലയമാണ് വല്ലാർപാടം പള്ളി. 1676 ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് പള്ളി തകർന്നു. അൾത്താരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന മാതാവിൻ്റെ ചിത്രം ഒഴുകിപ്പോവുകയും ചെയ്തു. അങ്ങനെ അന്ന് കൊച്ചിയിലെ ദിവാനായിരുന്ന രാമൻ പാലിയത്തച്ഛനാണ് ഈ ചിത്രം കായലിൽ നിന്ന് വീണ്ടെടുത്ത് പള്ളി അധികാരികളെ ഏൽപ്പിച്ചത്. അങ്ങനെ പുതിയ പള്ളി പണിയാനായിട്ട് സ്ഥലവും ദിവാൻ ദാനമായി നൽകി. തുടർന്ന് വിമോചനനാഥയുടെ നാമത്തിൽ പുതിയ ദേവാലയം സ്ഥാപിച്ച് വീണ്ടെടുത്ത മാതാവിൻ്റെ ചിത്രം അതിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ വല്ലാർപാടം പള്ളിയിൽ വളരെ പ്രശസ്തമായിട്ട് നടക്കുന്നൊരു നേർച്ചയാണ് ചൂല് നേർച്ച. വല്ലാർപാടത്തമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് ഭക്തർ നടത്തുന്ന പ്രധാന ഒരു വഴിപാടാണിത്. ഇത് പള്ളിയുടെ മുറ്റം ചൂലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കുന്നതാണ് ഈ നേർച്ച. ഇത് വൃത്തിയാക്കുന്നതിലൂടെ മനസ്സിലെ പ്രയാസങ്ങൾ മാറും, ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതാണ് വിശ്വാസം. ഇത് പള്ളിയിൽ നേരിട്ട് എത്തിയിട്ട് നമുക്ക് ചൂലുകൾ സമർപ്പിച്ചോ അല്ലെങ്കിൽ പള്ളിയുടെ മുറ്റം നമുക്ക് വൃത്തിയാക്കിയൊക്കെയാണ് ഈ നേർച്ച നിറവേറ്റണത്. പണ്ട് കാലത്ത് വല്ലാർപാടം പള്ളി തകർന്നു കിടന്നപ്പോൾ പള്ളിയുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു വലിയ മരം കടപുഴകി വീണു. എന്നിട്ട് പള്ളിക്ക് കേടുപാടുകൾ സംഭവിച്ചു. അന്ന് പള്ളി അടിച്ച് വൃത്തിയാക്കാൻ ആളില്ലാതിരുന്നപ്പോൾ ആളുകൾ ചൂലുകൾ എടുത്ത് വൃത്തിയാക്കാൻ തുടങ്ങി. അതിൽ നിന്നാണ് ഈ നേർച്ച ആരംഭിച്ചതെന്ന വിശ്വാസം. പരിശുദ്ധ അമ്മയ്ക്ക് അടിമ വെച്ചിട്ടുള്ള മീനാക്ഷി അമ്മയുടെ ജീവിതം യഥാർത്ഥമായ ഒരു അടിമ സമർപ്പണം നടത്തുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയായി. 2016 ജപമാല സഖ്യം സ്ഥാപിച്ചതോടുകൂടി അടിമ സമർപ്പണത്തിൻ്റെ പുതിയ ഘട്ടത്തിന് ആരംഭമായി. ലൂയിസ് മോൺഫോർട്ടിന് 33 ദിവസത്തെ ഒരുക്കത്തോടു കൂടിയ അടിമ സമർപ്പണം അങ്ങനെ ഇവിടെ സാഘോഷം തുടങ്ങി. അടിമ സമർപ്പണത്തിന് ദൈവശാസ്ത്ര അടിത്തറ നൽകി. ജാതിമത ഭേദമന്യേ ഇന്നും ആൾക്കാർ അപകട പ്രതിസന്ധി മറികടക്കാനും രോഗത്തിന് സൗഖ്യം ലഭിക്കാനും കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനും വിവാഹം നടക്കുന്നതിനും ഭവനം ലഭിക്കുന്നതിനും വല്ലാർപാടത്തമ്മയ്ക്ക് അടിമ സമർപ്പണം നടത്താൻ ദിവസം തോറും ഇവിടെ വരുന്നുണ്ട്. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തിന് അടുത്തെത്തുന്നത് വരെ നല്ലൊരു ജീവിതം കാഴ്ചവെച്ച് ജീവിക്കാം. അപ്പോൾ ഞങ്ങളങ്ങനെ നേർച്ചകളൊക്കെ നിറവേറ്റി ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്ന് വിമലഹൃദയ മാതാവിൻ്റെ തിരുനാളായിരുന്നു. അപ്പോൾ ആ തിരുനാളിൻ്റെ മംഗളങ്ങളും. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ഓക്കേ.